ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളുകളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ അനിയൻ ഗൾഫിൽ വന്നിട്ട് വന്ന് ആൾ തിരിച്ച് പോയി. ഈ വീഡിയോ ഞാൻ ആ ടൈമിൽ എടുത്ത് വെച്ചിട്ട് ഇതേ ഒരു വോയിസ് ഓവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. വന്നപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇതൊക്കെ. 2 മാസത്തിൽ വരും ആൾ കുവൈറ്റിലാണ്. അപ്പോൾ അത് ഈ സംഭവങ്ങളൊക്കെ രാത്രി തന്നുകൊണ്ട് ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് കിച്ചണിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പത്തിന് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പീസ് കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഞാൻ ടീക്ക് പകരം ഗ്രീൻ ടീ ആക്കിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലിയിൽ ഒരു മാരേജ് ഉണ്ടായിരുന്നു. മാരേജൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടായത്. അതിന് കുറേ മുമ്പേ എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടൈമിലുള്ള നമ്മളൊരു ഡയറ്റ് പ്ലാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അന്ന് മുതൽ രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യുക, പിന്നെന്താ ഹെൽത്തി ഫുഡ്, ഒരുപാട് ചോറൊന്നും കഴിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ഇരിക്കുമല്ലോ. പിന്നെ രാത്രി ഫുഡ് ഒഴിവാക്കാം, എന്തെങ്കിലും ഓട്സോ റാഗിയോ അങ്ങനെയൊക്കെ. അപ്പം കല്യാണങ്ങളൊക്കെ വരുമ്പോഴാണ് ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുന്നത്. ആ മാരേജ് കഴിയണവരെയും ഞാൻ എൻ്റെ ബോഡിയെ പറ്റി ഭയങ്കര ബോധേഡായിരിക്കും. അല്ലാത്ത ടൈമിൽ പോട്ടെ, പുല്ല് എന്തെങ്കിലും ആവട്ടെ, കുഴപ്പമില്ല, ഒരു ദിവസം എക്സസൈസ് ചെയ്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ വിചാരിക്കും. അപ്പോൾ ഇത്തവണ ഞാൻ എന്തായാലും ഇതൊക്കെ ഇനി മാരേജൊക്കെ കഴിഞ്ഞാൽ ഫോളോ ചെയ്യണം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. എക്സസൈസ് ഞാൻ കുറച്ച് മടിയൊക്കെ ആയിരിക്കും, എന്നാലും ഈ ഗ്രീൻ ടീ ഒന്നും നിർത്തണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുടിക്കുമ്പം നമുക്ക് കട്ടൻ ചായ കുടിക്കണ്ട. കട്ടൻ ചായ ആകുമ്പോൾ മധുരം ഇടാതെ കുടിക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ പിന്നെ മധുരമൊന്നും വേണ്ടല്ലോ. അങ്ങനെ ഷുഗർ കട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഗ്രീൻ ടീ ഒക്കെ ആക്കിയത്. പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എക്സസൈസ് ഞാൻ നിർത്തിയിട്ടുണ്ട്. ബട്ട് ഗ്രീൻ ടീ അങ്ങനെ തന്നെ കഴിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കല്ല, കുടിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ശീലമായി. കുഴപ്പമില്ല, നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ നമ്മൾ എന്തെങ്കിലും വേണം എന്ന് വിചാരിച്ചാൽ അത് നടക്കും, അത് വേറെ കാര്യം. നമ്മൾ ചായ കുടിച്ചില്ലെങ്കിൽ നമുക്ക് തലവേദന എടുക്കും എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോഴാണ് നമുക്ക് പറ്റാത്തത്. അപ്പോൾ അത് കാഷ്നട്ട്, അനിയൻ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് കുറച്ച് നാളത്തേക്ക് നമ്മൾ ഈ നട്ട്സിൻ്റെ കാര്യത്തിൽ ഭയങ്കര റിച്ച് ആയിരിക്കും കേട്ടോ. ഇന്നലത്തെ ഗ്രീൻ പീസ് കറിയാണ് ഇത്. ഇങ്ങനെ ഇവിടെ ചിലവാകില്ല, അപ്പോൾ നമുക്ക് ഷേപ്പ് ഒന്ന് മാറ്റാം. തൽക്കാലം ഇത് ഒന്നുകൂടിയും മോഡിഫൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊഴിച്ചിട്ട് നമുക്ക് അതിനൊന്ന് ഒന്ന് സ്റ്റൂ ആക്കിയെടുക്കാം. കുറച്ചുകൂടിയും ഗ്രേവിയൊക്കെ ആക്കിയിട്ട്. എന്നാലുള്ള അപ്പത്തിന് ഇവർക്ക് നന്നായിട്ട് കറി വേണം. അപ്പത്തിനുള്ള കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ബീൻസായിരുന്നു തോരൻ. പിന്നെ 2 മുട്ട വറുത്തിട്ടുണ്ട് ഇവർക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അത് അപ്പവും കറിയൊക്കെ ഞാൻ ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി ഓരോരുത്തർ അവരുടെ ടൈം ആക്കുമ്പോൾ വന്ന് കഴിച്ചോളും. പിന്നെ ഇവരെ എഴുന്നേറ്റപ്പോഴത്തേക്ക് ഇവർക്ക് കോഫിയാണ് കേട്ടോ. ഇനിയിപ്പോൾ അനിയന് ഇതേപോലത്തെ നെസ്ലയുടെ കോഫി കൊണ്ടുവരും. അപ്പോൾ അത് തീരണ വരെയും പിന്നെ പിള്ളേർക്ക് കോഫി മതി. അതുകൊണ്ട് രാവിലെ ഞാൻ തിളപ്പിക്കും. രാവിലെ കോഫി ആണെങ്കിൽ ഇവർ കുടിച്ചു. പാൽ ചായ ആയിട്ട് തിളപ്പിക്കണമെങ്കിൽ ഇവർ ബാക്കി വെച്ചിട്ട് പോകും. പകുതി ഒരാൾ കുടിക്കും, ഒരാൾ ഫുള്ള് കുടിക്കില്ല, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് രാവിലെ മിക്കവാറും കട്ടൻ ചായ ആയിരിക്കും. പിന്നെ ഇവർക്കുള്ള ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി അതിൻ്റെ ഇടയ്ക്ക് മുട്ട വറുത്തതും ബീൻസ് തോരനും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് വെച്ച് ഇപ്പോൾ മഞ്ഞൊക്കെ തുടങ്ങി നവംബർ ഡിസംബർ ആകുമ്പോഴത്തേക്കും പിന്നെ ഞാൻ കുബേരനിലെ പോലെ സോക്സും ഈ സെക്ടറൊക്കെ ഇട്ടിട്ടാണ്ട് കിടക്കുക. അതാണ് ഇങ്ങനെ കുറച്ച് കിച്ചണിൽ കയറി കുക്കിങ്ങൊക്കെ തുടങ്ങി ഒരു 8:30-9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ ചൂട് കൊടുക്കും. അപ്പം ഞാനത് കട്ടി കളഞ്ഞിട്ട് വേറെ എടുത്തിടും, അങ്ങനെയാണ്. അപ്പോൾ ബാക്കിയുള്ള മാവൊക്കെ വേറെ പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് ആക്കി വെക്കാം. പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അത് ഫുള്ള് ഞാൻ ചിരണ്ടിയിട്ട് ബോക്സിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ വൈകിട്ട് ഇനി എന്തെങ്കിലും കറിയൊക്കെ വെക്കാനോ അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും തേങ്ങയുടെ ആവശ്യം വരികയാണെങ്കിൽ പിന്നെ നമുക്ക് ചിരണ്ടാനൊന്നും നിൽക്കണ്ടല്ലോ.
അപ്പോൾ അത് ഒരു മുറി തേങ്ങ മൊത്തം ചിരണ്ടിയിട്ട് ബോക്സിലാക്കി. കറിക്ക് ഇന്നലെ വൈകിട്ട് കൊണ്ടുവന്ന ചൂര ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അത് പൊരിക്കാനായിട്ട് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. കറിക്കുള്ളത് വേറെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.